കർണാടകയിൽ വഖഫ് നിയമത്തിനെതിരെ ആളുകളെ കലാപത്തിന് പ്രേരിപ്പിച്ച കോൺഗ്രസ് നേതാവ് അറസ്റ്റിലായിരിക്കുകയാണ്. ഇയാൾ ആളുകളോട് പറഞ്ഞിട്ടുള്ളത് യുവാക്കളോട് തെരുവിലേക്ക് ഇറങ്ങുക, പൊതുസ്ഥലങ്ങൾ നശിപ്പിക്കുക, അതുപോലെ തന്നെ നിയമത്തിനെതിരെ പ്രതിഷേധിക്കുക, ജീവൻ ബലി അർപ്പിക്കുക എന്നുള്ള രീതിയിലൊക്കെയാണ്. എന്താണ് സാർ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? ഈ പറഞ്ഞതൊക്കെ നടത്തുമ്പോഴല്ലേ അഖിലെ കലാപം ഉണ്ടാവുന്നു. അതായത് കലാപാഹ്വാനം, അതിനായി ഇവനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇതിനകത്ത് കർണാടകത്തിലാണ് കബീർ ഖാൻ, ഇവൻ കൗൺസിലറും കണ്ടൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പം ഇത് വേറെ ഒന്നുമില്ല. ഇപ്പൊ ഇയാൾ ആവേശം കൊണ്ട് ഈ ഇതിനകത്ത് ഇട്ടു, നമ്മുടെ ഇത് യൂട്യൂബിനകത്തും അല്ലെങ്കിൽ ഫേസ്ബുക്കിനകത്തും ഒക്കെ ഇടുമല്ലേ, സോഷ്യൽ മീഡിയയിൽ ഇട്ടു. ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ടപ്പം ഇത് കേസെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി. അതുകൊണ്ട് കേസെടുത്തത്. അല്ലെങ്കിൽ കർണാടകയിൽ ഈ പറയുന്നത് പോലെ ഹിന്ദുക്കളെ കൊല്ലാൻ പറഞ്ഞാലും തട്ടാൻ പറഞ്ഞാലും ഒന്നും കേസെടുക്കുന്ന ഒരവസ്ഥ ഇല്ല. കാരണം അവിടുത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ ബഡ്ജറ്റ് തന്നെ നിങ്ങൾ കണ്ടില്ലേ, സിദ്ധരാമയ്യ അവർക്ക് വേണ്ടി തന്നെ ഒരു ബഡ്ജറ്റും ഭരണഘടന വിരുദ്ധമായിട്ട് അവർക്ക് വേണ്ടി സംവരണങ്ങൾ അല്ലെങ്കിൽ ഗവൺമെന്റ് തലത്തിലും പ്രൈവറ്റ് തലത്തിലും ഒക്കെ കൊടുത്തിട്ട് അത് അവര് 5 കൊല്ലത്തിനും ഈ 5 കൊല്ലം കഴിയുമ്പോഴത്തേനും ആ സംസ്ഥാനം ഒരു പ്രത്യേക മുസ്ലിങ്ങൾ മാത്രമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് മാത്രമായിട്ടുള്ള രാജ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നിടത്ത് കബീർ ഖാൻ എന്ന് പറഞ്ഞ ആൾ സോഷ്യൽ മീഡിയയിൽ കൂടെ ഈ കലാപാഹ്വാനം നടത്തിയത് കൊണ്ടും അല്ലെങ്കിൽ അത് വളരെ കൂടുതൽ ആൾക്കാർ ശ്രദ്ധിച്ചത് കൊണ്ടും അത് കലാപാഹ്വാനമാണെന്ന് വന്നത് കേസെടുക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പം ഈ കുറച്ച് ദിവസം കഴിയുമ്പോൾ കേസ് അന്വേഷിച്ചിട്ട് കേസ് ക്ലോസ് ചെയ്യാൻ പറ്റുമല്ലോ. കേസ് ക്ലോസ് ചെയ്യും, അതിനകത്ത് കാര്യങ്ങളൊന്നുമില്ല, തെളിവുകളൊന്നുമില്ല എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്യും. പക്ഷെ ഇത് വളരെ ഗൗരവത്തിലുള്ള ഒരു കാര്യം. ഗൗരവത്തിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിപ്പം നമ്മൾ ഇന്ത്യയിലുടനീളം വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധങ്ങൾ നടക്കുക. തീർച്ചയായിട്ടും പ്രതിഷേധിക്കാൻ ആർക്കും അധികാരമുണ്ട്. ജനാധിപത്യ സംവിധാനത്തിൽ നമുക്ക് അംഗീകരിക്കണമെന്നല്ല, നമുക്ക് താല്പര്യമില്ലാത്തതും അല്ലെങ്കിൽ യോജിക്കാൻ പറ്റാത്തതിന് മാത്രമൊക്കെ പ്രതിഷേധമുണ്ട്. പക്ഷെ ആ പ്രതിഷേധത്തിന്റെ മറവിൽ ഒരു ഹിന്ദു ഹത്യക്കും കലാപത്തിനും അല്ലെങ്കിൽ ആൾക്കാരെ കൂട്ടമായിട്ട് ഈ രീതിയിലേക്ക് കൂട്ടായ്മ ഉണ്ടാക്കി രാജ്യത്തിനകത്ത് സ്ഫോടനങ്ങളും കലാപങ്ങളും വർഗീയ കലാപങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി വളരെ കൃത്യമായിട്ട് ഇതിന് നിന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അതിന് ഈ പ്രതിപക്ഷ കക്ഷികളുടെ സഹായം ഇൻഡയറക്റ്റ് ആയിട്ട് വളരെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അതായത് ഈ കബീർ ഖാൻ എന്ന് പറയുന്ന ആൾ ഒരു പക്ഷേ ഈ പറയുന്ന വാചകങ്ങൾ ആ കോൺഗ്രസ്സുകാരെ വിളിച്ചുകൂട്ടി അല്ലെങ്കിൽ മുസ്ലിം മൗലികവാദികൾ കൂടുതലായിട്ടുള്ളിടത്ത് അല്ലെങ്കിൽ ഇത്തരത്തിൽ കലാപത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുന്നവർക്ക് ആക്കം കൂട്ടുന്നതിന് അവർക്കിടയിൽ പറയുന്ന കാര്യങ്ങൾ ഒരാവേശത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ടാകത്തില്ല എന്ന് ധരിച്ച് അല്ലെങ്കിൽ ഭരിക്കുന്നത് ഞങ്ങളായതുകൊണ്ട് കേസെടുക്കത്തില്ല എന്ന് ധരിച്ച് അങ്ങ് സോഷ്യൽ മീഡിയയിൽ കൂടെ പറഞ്ഞ കാര്യങ്ങളാണ്. ഇത് ഇന്ത്യയിലുടനീളം നടത്തുന്നുണ്ട്. ഇന്ത്യയിലുടനീളം പ്രതിപക്ഷ കക്ഷികൾ അല്ലെങ്കിൽ മതമൗലികവാദികൾ അവരുടെ ആൾക്കാരെ വിളിച്ചുകൂട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് നിങ്ങൾ ഇതിനെതിരെ പോസ്റ്റർ ഒട്ടിച്ചത് കൊണ്ടോ നിങ്ങൾ ഇതിനെതിരെ പരാതി കൊടുത്തത് കൊണ്ടോ കാര്യമില്ല. നിങ്ങൾ ട്രെയിൻ കത്തിക്കണം, നിങ്ങൾ ബസ് കത്തിക്കണം, നിങ്ങൾ ആൾക്കാരെ ചുട്ടുകൊല്ലണം. കബീർ ഖാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ദിവസവും ഹിന്ദുക്കളുടെ വീടുകൾ കത്തിച്ച് ഏതാണ്ട് കൃത്യമായ ഒരു എണ്ണം തീരുമാനിച്ച് ഹിന്ദുക്കളെ കൊന്നുപോകുന്ന ഒരവസ്ഥ വന്നാൽ മാത്രമേ ഈ പറയുന്ന വഖഫ് നിയമ ഭേദഗതിക്ക് മാറ്റം വരുത്തുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാവത്തുള്ളൂ. അതിനുവേണ്ടി ആൾക്കാരെ ഉരുത്തിരിക്കണം. അതിനുവേണ്ടി നിങ്ങൾ ഒരു പക്ഷേ രക്തസാക്ഷി ആവുന്നതിന് വേണ്ടി പോലും തയ്യാറാവേണ്ടി വരും എന്നൊക്കെയുള്ള രീതിയിലേക്കാണ് ഇദ്ദേഹം കലാപ ആഹ്വാനം നടത്തിയത്. ഇത് പരിശോധിക്കുമ്പോൾ കർണാടകയിൽ നടക്കും, പശ്ചിമ ബംഗാളിൽ നടക്കും. ഈ പറയുന്ന പോലെ കോൺഗ്രസ് ഭരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് സാധ്യതയുള്ള അവർക്ക് കീഴിൽ പോകുന്ന സംസ്ഥാനങ്ങൾ മാത്രമാണ് നടക്കുന്നത്. ഈ കലാപവുമായിട്ട് ആസാമിൽ ചെന്നല്ലോ, അല്ലെങ്കിൽ കലാപം അവിടെ അടിച്ചമർത്തിയല്ലോ, ത്രിപുരയിൽ അടിച്ചമർത്തിയല്ലോ, യുപിയിൽ പല ഭാഗങ്ങളിലും പ്രതിഷേധം അക്രമാസക്തമാകുന്ന ഒരു അവസ്ഥ വന്നല്ലോ, അടിച്ചമർത്തിയല്ലോ. അപ്പം സംസ്ഥാനത്തുടനീളം ഇത് BJP ഭരിക്കുന്നിടത്ത് കലാപം ഉണ്ടാവാതിരിക്കുകയും കോൺഗ്രസ് ഭരിക്കുന്നിടത്ത് കലാപം ഉണ്ടാകുകയും അല്ലെങ്കിൽ ഭരണാധികാരികൾ കലാപത്തിന് വേണ്ടി തയ്യാറാക്കുന്ന ആൾക്കാരെ തയ്യാറാക്കുകയും കലാപന്തരീക്ഷം ഉണ്ടാക്കുകയും ഇന്ത്യക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ ഈ പറയുന്ന വഖഫിന്റെ പേരിൽ ഒരു വർഗീയ ധ്രുവീകരണവും അല്ലെങ്കിൽ വർഗീയ കലാപവും ഒക്കെ ഓപ്പറേറ്റ്. അതിന് ഉദാഹരണം പശ്ചിമബംഗാൾ.
പശ്ചിമബംഗാൾ ഈ പറയുന്ന ഈ ഏറ്റവും അപകടകരമായിട്ടുള്ള കാര്യം ഇപ്പൊ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബംഗ്ലാദേശിൽ നിന്നുള്ള തീവ്രവാദ സംഘടനകൾ ഒരുപക്ഷെ ഇതിനു വേണ്ടി തയ്യാറായിട്ട് അല്ലെങ്കിൽ ഇതിന്റെ പുറകിൽ നിൽക്കുന്നു. അവരുടെ കടന്നുകയറ്റം പശ്ചിമബംഗാൾ ഉണ്ടാകുന്നു. അവിടുത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇതിന് സഹായം ചെയ്യുന്നു. പ്രധാനപ്പെട്ട മന്ത്രിമാർ അല്ലെങ്കിൽ മുസ്ലിം മന്ത്രിമാർ, അതിനകത്ത് ഒരാളുടെ പേര് ഈ ദിർഹാദ് ഹക്കീം, അല്ലെങ്കിൽ ഒരാളുടെ പേര് സിദ്ദിഖുള്ള ചൗധരി, ഇവര് പരസ്യമായിട്ട് ഹിന്ദുക്കളെ കൊല്ലാൻ പറയുന്നു, പരസ്യമായിട്ട് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാക്കാൻ പറയുന്നു, എത്രയും പെട്ടെന്ന് ആൾക്കാരെ മതം മാറ്റാൻ പറയുന്നു. അല്ലെങ്കിൽ പശ്ചിമ ബംഗാൾ എത്രയും പെട്ടെന്ന് ഒരു മുസ്ലിങ്ങളുടെ മാത്രമായിട്ടുള്ള സംസ്ഥാനം അല്ലെങ്കിൽ ഭൂരിപക്ഷമുള്ള സംസ്ഥാനമാകുമെന്ന് പറയുന്നു. അപ്പം ഭരണാധികാരികൾ പോലും ഇറങ്ങി നിന്ന് മതമൂല്യവാദികളെ പ്രൊമോട്ട് ചെയ്ത് കലാപത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടി വഖഫ് നിയമ ഭേദഗതിക്കെതിരെയുള്ള സമരമെന്ന് പറഞ്ഞുള്ള സമരം ഉപയോഗിക്കുന്നു. അത് കോൺഗ്രസിന്റെയും പ്രതിപക്ഷത്തിന്റെയും അല്ലെങ്കിൽ അവർക്ക് സ്വാധീനമുള്ളിടത്തും ഒക്കെ ആകുന്നു ഇത് കൂടുതലായിട്ട് വരുന്നത്. ഒരുപക്ഷെ തമിഴ്നാട്ടിൽ കലാപത്തിലേക്ക് പോയില്ലെങ്കിലും അവിടെയും പ്രകടനങ്ങൾ വളരെ വലുതായിട്ടും അല്ലെങ്കിൽ ഇതുപോലുള്ള സന്ദേശങ്ങളും ഒക്കെ കൊടുക്കുന്ന ഒരവസ്ഥയുണ്ട്. അതായത് പ്രതിപക്ഷ കക്ഷികൾ ഈ പറയുന്ന CAA സമരം പോലെയും അല്ലെങ്കിൽ കാർഷിക സമരം പോലെയും അഗ്നിവീർ സമരം പോലെയും ഒക്കെ ആ കലാപങ്ങൾ ഒക്കെ അവർ വിചാരിച്ചിടത്ത് കൊണ്ട് എത്തിക്കാൻ സാധിക്കാതെ വരികയും അല്ലെങ്കിൽ കലാപത്തിലൂടെ അവരുദ്ദേശിക്കുന്ന നരേന്ദ്രമോദിയും കേന്ദ്ര ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ ഒക്കാത്തൊരവസ്ഥ വന്നപ്പോൾ ഇതിന് ഈ മുദ്രാവാക്യം, ഈ വഖഫ് നിയമ ഭേദഗതി മുസ്ലിങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തി അവരെ ഉപയോഗിച്ച് അല്ലെ മതമൂല്യവാദികൾക്ക് ഒരു അവസരം ഉണ്ടാക്കിക്കൊടുത്ത് കലാപം ഉണ്ടാക്കി, ഇന്ത്യയിൽ പ്രശ്നം ഉണ്ടാക്കി. ആ കലാപത്തിൽ കൂടി ഈ പല പ്രതിപക്ഷ നേതാക്കന്മാർ പറഞ്ഞതുപോലെ ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും ജനം ഇരച്ചു കയറിയതുപോലെ മോദിയുടെ ഓഫീസിലേക്ക് ഇരച്ചു കയറും എന്നൊക്കെ പറയുന്ന പല നേതാക്കന്മാരെയും പുറകോട്ട് പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് അല്ലെങ്കിൽ പല സമരത്തിനും ആക്കം കൂട്ടുന്നതിന് വേണ്ടി പറഞ്ഞിട്ടുള്ളത് നമുക്ക് മനസ്സിലാവുന്നതാണ്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഹിന്ദുക്കളെ ചുട്ടുകൊല്ലണം അല്ലെങ്കിൽ ഹിന്ദുക്കളെ ഇല്ലായ്മ ചെയ്യണം, 50 കോടി ഹിന്ദുക്കളാണ് നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്ന ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘടനകൾ, സമരങ്ങൾ പശ്ചിമ ബംഗാൾ ഉൾപ്പെടെയുള്ളതും ഇന്ത്യയിൽ പ്രതിപക്ഷം ഭരിക്കുന്ന അല്ലെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് നടക്കുമ്പോൾ ഇതൊരു കലാപത്തിനുള്ള ഉരുത്തിരിയലാണ്. അത്തരത്തിൽ കലാപ ആഹ്വാനവുമായിട്ടാണ് പ്രതിപക്ഷം നിൽക്കുന്നത്. ഈ കലാപം അല്ലെങ്കിൽ കലാപകാരികളെ അടിച്ചമർത്തുന്നതിന് വേണ്ടി വളരെ കൃത്യമായിട്ട് ശ്രമിച്ചില്ലെങ്കിൽ ഇവിടെ ഇന്ത്യ മഹാരാജ്യം കത്തിക്കുന്നതിന് വേണ്ടി തയ്യാറാകും. അല്ലെ വളരെ വലിയ വലിപ്പത്തിൽ കൂടുതൽ ഹിന്ദുക്കളെയും അല്ലെങ്കിൽ ഹിന്ദു ഹത്യ നടത്തുന്നത്. പശ്ചിമ ബംഗാൾ ഇപ്പം ചുട്ടുകൊല്ലുകയാണ് ആൾക്കാരെ. ആ ആഹ്വാനം തന്നെയാണ് ഈ കബീർ ഖാൻ പറഞ്ഞിരിക്കുന്നത്, ഇവിടെയും ചുട്ടുകൊല്ലാൻ. അല്ലാതെ ഹിന്ദുക്കളെ, പ്രായമുള്ളവരെ, ഏതാണ്ട് 70 വയസ്സ് 75 വയസ്സുള്ള ഒരു അച്ഛനെയും മകനെയുമാണ് കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്നിറങ്ങി വിളിച്ചിറക്കി ചുട്ടുകൊന്നത്. അതായത് ഈ പ്രാർത്ഥന കഴിഞ്ഞ് വെള്ളിയാഴ്ച പ്രാർത്ഥിച്ചേച്ച് ഇറങ്ങി വന്നിട്ട് ചെയ്യുന്ന പരിപാടി ഹിന്ദുക്കളെ കൊല്ലുക, ഹിന്ദുക്കളുടെ കട കത്തിക്കുക, ഹിന്ദുക്കളെ അടിച്ചോടിക്കുക. ഇത്തരത്തിലാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. ഇതാണ് മതമൗല്യവാദികളുടെ പ്രൊമോഷനാണ്, അല്ലെങ്കിൽ ഇതിന് തയ്യാറെടുക്കുകയാണ്, അല്ലെങ്കിൽ ഇതിന് ഇന്ത്യ മൊത്തം വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഇതിന് നേതാക്കന്മാർ പുറകിൽ നിൽക്കുകയാണ്. വഖഫ് നിയമ ഭേദഗതി എന്ന് പറയുന്ന മുദ്രാവാക്യം ഉപയോഗിക്കുകയാണ്. അതുപയോഗിച്ച് ഒരു കലാപം, അതിന് വേണ്ട പ്രൊമോഷൻ ഒരു പക്ഷേ സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയും പോലെ മൗനാനുവാദം കൊടുത്തിരിക്കുന്നു. കാരണം ജനാധിപത്യ സംവിധാനത്തിൽ കൂടി ഇനി അവർക്ക് വരാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് രാജ്യത്ത് കലാപം ഉണ്ടാക്കി ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിച്ചിട്ട് വരുന്നതിന് വേണ്ടി പോലും തയ്യാറായി നിൽക്കുന്ന ഒരു പ്രതിപക്ഷത്തെയാണ് നമ്മൾക്കെതിരെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് പ്രതിപക്ഷം ഭരിക്കുന്നിടത്തും കോൺഗ്രസ് ഭരിക്കുന്നതും പരസ്യമായി നേതാക്കന്മാർ അല്ലെങ്കിൽ മുസ്ലിം നേതാക്കന്മാർ, കോൺഗ്രസ് നേതാക്കന്മാർ, കലാപകാരികൾ പരസ്യമായി കലാപത്തിന് ആഹ്വാനം നൽകുന്നത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.